ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു റീൽ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ ദിവസമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും ഇടില്ല. കുറേ ദിവസം മുന്നേ തന്നെ ഈ റീൽ പഠിച്ചു വെച്ചതായിരുന്നു. പക്ഷേ വെയിലത്ത് പോയി എടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് മടിയായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നെന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇടുന്നത്. പിന്നെ നമ്മൾ റീൽ എടുക്കേണ്ട 3 പേർക്കും ഇതേപോലത്തെ ഡ്രസ്സാണ് ഉള്ളത്. നമ്മളൊരു കല്യാണത്തിന് എടുത്തേ കേട്ടോ. പക്ഷേ അതിൻ്റെ ഇട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് ഇന്നിടാമെന്ന് വിചാരിച്ചു റീൽ എടുക്കുമ്പോൾ. പിന്നെ നമ്മൾ റീൽ എടുക്കാൻ പോകുന്നത് ഉച്ചയ്ക്കാണ് കേട്ടോ. അതുകൊണ്ട് നല്ല വെയിലുണ്ടാവും. ഒരു 1:30 ആയപ്പോഴാണ് നമ്മൾ റീൽ എടുക്കാൻ പോകുന്നത്. പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ റീൽസ് പഠിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ എടുക്കാൻ പറ്റുമെന്നറിയില്ല. കാരണം അങ്ങനത്തെ വെയിലാകും പാടത്ത്. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ 3ാമത്തെ ആളെ കാത്ത് കണ്ടോ ഡാൻസ് എടുക്കാനുള്ള. പിന്നെ ഈ 3ാമത്തെ ആളെന്ന് പറയുന്നത് പാപ്പൻ്റെ മോളാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഞങ്ങളെ കൂടെ റീൽസ് എടുക്കാൻ വരലുണ്ട്. പിന്നെ കുറേ ദിവസം നല്ല മഴയൊക്കെ അല്ലായിരുന്നു. അതുകൊണ്ട് പാടത്ത് ഫുള്ള് പുല്ല് വന്നിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രസമുണ്ടാവും വീഡിയോ എടുക്കുമ്പോൾ. അങ്ങനെ കുറേ നേരം കാത്തുനിന്നതിന് ശേഷം ചിഞ്ചു എത്തി. ഓളാണെന്നുണ്ടെങ്കിൽ എത്തിയതിൻ്റെ ശേഷം അവിടെ ജനലിൻ്റെ അവിടെ നോക്കി നിൽക്കുകയായിരുന്നു ഞങ്ങൾ എന്താണ് ഈ കാട്ടിക്കൂട്ടണമെന്ന്. പിന്നെ നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് കളിച്ച് നോക്കിയതിൻ്റെ ശേഷമാണ് പോണത്. കാരണം അവിടെ വെറുതെ കുറേ നേരം നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ 2-3 പ്രാവശ്യം റിഹേഴ്സലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പോണത്. പിന്നെ വീഡിയോ എടുത്ത് തരുന്നത് അമ്മയാണ് കേട്ടോ, റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം വീണ്ടും മുടി കൊളായി എന്ന് പറഞ്ഞിട്ട് വന്നു. അങ്ങനെ മുടിയൊക്കെ ശരിയാക്കിയതിന് ശേഷം പാടത്തേക്ക് പോകാൻ നിൽക്കുകയാണ് 4 പേരും കൂടെ. അപ്പോൾ പാടത്തേക്ക് പോയപ്പോൾ അവിടെ നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ ചൂടറിയുന്നേ ഇല്ല. കാരണം നല്ല കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടൈമിലൊക്കെ അവിടെ നല്ല കാറ്റാവും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചത്ര ചൂടൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് സ്ഥലം നോക്കിയായിരുന്നു കേട്ടോ. നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ എവിടെ നിന്നാലാവും ഒന്നും കൂടെ രസം നോക്കിയിട്ട് അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കറക്റ്റ് നിൽക്കേണ്ട സ്ഥലത്ത് കുറച്ചും കൂടെ പുല്ലൊക്കെ പറിച്ചിടേന്നു കേട്ടോ. പിന്നെ നമ്മൾ എത്ര നല്ല രീതിയിൽ പഠിച്ചാണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുൾ കൊളാവും. അങ്ങനെ കുറേ ടേക്ക് എടുത്തതിൻ്റെ ശേഷമാണ് ശരിയായത്. പിന്നെ നമ്മൾ ഒറ്റ ടേക്ക് ശരിയാക്കിയ ചരിത്രം ഇല്ലല്ലോ. പിന്നെ ഒരാൾ കളിക്കുമ്പോൾ മറ്റേ ആൾ തെറ്റും, മറ്റേ ആൾ കളിക്കുമ്പോൾ വേറൊരാൾ തെറ്റും. അങ്ങനെ കുറേ ടേക്ക് എടുത്തതിൻ്റെ ശേഷമാണ് കേട്ടോ ശരിയായത്. പിന്നെ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് രസമല്ല എന്ന് പറഞ്ഞിട്ട് സ്ഥലം മാറ്റി അങ്ങനെ വേറെ സ്ഥലത്ത് നിന്നാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ സ്റ്റെപ്പ് മറന്നതെന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്പ് പഠിപ്പിച്ച് കൊടുക്കിയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 10ാമത്തെ 11ാമത്തെ ടേക്കാണ് കേട്ടോ ഈ എടുക്കുന്നത്. പക്ഷെ അതും തെറ്റിപ്പോയി. അങ്ങനെ പിന്നെയും പഠിച്ച് പിന്നെയും കളിക്കുന്നതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കളിക്കുമ്പോൾ പാട്ട് എന്താണ് ഇവിടെ ആഡ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കോപ്പിറൈറ്റ് വാരി കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ റീൽ എടുക്കുകയാണെങ്കിലും അമ്മയ്ക്ക് 1-2 ടേക്ക് തന്നെ ശരിയാക്കണം. പിന്നെ ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ശരിയാക്കിയ ചരിത്രമേ ഇല്ല. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.